നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ഒരു ആഴ്ച, ഏകദേശം ഒരാഴ്ച മുമ്പ് എന്നെ ഒരാൾ ബന്ധപ്പെടുന്നു. സംഘത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ എന്നെ ബന്ധപ്പെടുന്നു. അതിൽ ആദ്യം ബന്ധപ്പെട്ട വ്യക്തി ഒരു കാര്യം പറയുന്നു. അപ്പോൾ ആ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രതിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കള്ളനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നവനെ പ്രതിയാക്കുക എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾക്കറിയാം. അത്തരത്തില് നമ്മുടെ എത്രയോ സംഘപ്രവർത്തകരെ, എത്രയോ BJP-യുടെ പ്രവർത്തകരെ, എന്തിനേറെ എനിക്കിതിന്റെ വേദന കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം എന്നെ ഒരുപാട് കള്ളക്കേസുകളിൽ കുടുക്കി 5ഓളം തവണ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ഭരണകൂട ഭീകരത, അതല്ലെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിക ഭീകരത എന്ന് എനിക്ക് അക്ഷരം തെറ്റാതെ എൻ്റെ ഈ ഒരു ജീവിതം ആസ്പദമാക്കി തന്നെ മാന്യ പ്രേക്ഷകരോട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്നെ ബന്ധപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തിയുടെ കേസ് വിവരങ്ങളോ ഞാൻ മാന്യ പ്രേക്ഷകരോട് പറയുന്നില്ല. കാരണം നമ്മുടെ ഈ ചാനലിൽ 5,15,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 5,11,000 പേര് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ 5,11,000 പേരിൽ നമ്മൾക്ക് 1,11,000 പേരെ നമുക്ക് മാറ്റിവെക്കാം. അത് വ്യത്യസ്ത രാഷ്ട്രീയ ചേരിതിരിവുള്ളത്, അതല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളുമായി ചേരിതിരിവില്ലാത്ത, നമ്മളെ തെറിവിളിക്കാൻ വരുന്നവന്മാരാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ബാക്കി വരുന്ന ഒരു 4 ലക്ഷം വ്യക്തികളോട്, സബ്സ്ക്രൈബേഴ്സിനോട്, എന്റെ സംഘ സഹോദരരോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. കാരണം നിങ്ങളിൽ പലർക്കും പല അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഈ കള്ളക്കേസിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദുരന്തം തന്നെയാണ്. കാരണം മനസാവാച കർമ്മണ അറിയാത്ത ഒരു കേസിൽ തന്നെ കുടുക്കിക്കൊണ്ട് റിമാൻഡ് ചെയ്യുക, പിന്നീട് അതിൽ ശിക്ഷ വരുന്ന രീതിയിലേക്ക് എല്ലാവിധ കള്ളത്തെളിവുകളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കുക, ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക എന്നുള്ള സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എന്നെ ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ആ വ്യക്തിയുടെ ആ മേഖലയും ബന്ധപ്പെട്ട് ഈ കേസ് വിവരമൊക്കെ പൂർണ്ണമായിട്ട് അറിയുന്ന സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളുമായി, അവരുടെ പേരൊന്നും ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല, കാരണം അതൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടുന്നതും അതല്ലെങ്കിൽ അവർക്കൊക്കെ റിസ്ക് വരുന്നൊരു ഫാക്ട് ആയതുകൊണ്ട് വിടുന്നില്ല. അത്തരത്തിൽ ഞാൻ അവരെ ബന്ധപ്പെട്ടു. എന്നിട്ട് ഈ കേസിന്റെ മെറിറ്റ്സ് പൂർണ്ണമായിട്ട് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ പ്രകാരം കൂടിയാണ് ഞാൻ പിന്നെ അവസാനം ഇങ്ങനെ ഒരു വീഡിയോ മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കാം എന്ന് കരുതിയതും. കാരണം ആ വ്യക്തി, ഈ കേസിലെ കള്ളക്കേസിൽ കുരുക്കപ്പെട്ട നമ്മുടെ സംഘ സഹോദരൻ എന്നോട് ആവശ്യപ്പെട്ട്, ചേട്ടന്റെ ചുറ്റുവട്ടത്തുള്ള, അതല്ലെങ്കിൽ ചേട്ടന്റെ ഹാൻഡിലുള്ള, അറിവിലുള്ള, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചേട്ടന് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് തരുമോ? കാരണം അപ്പൊ ഞാൻ ഈ വ്യക്തിയുടെ, അതായത് പ്രതിയാക്കപ്പെട്ട നമ്മുടെ സംഘ സഹോദരന്റെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ട് ഞാൻ അന്വേഷിച്ചു. വാടക വീട്ടിലാണ്, ഭാര്യയും കുഞ്ഞും അടക്കമുള്ള കുടുംബമുണ്ട്. ഇവരെയൊക്കെ പോറ്റേണ്ടത് ഈ ഒരു വ്യക്തി മാത്രമാണ്. ഈ കള്ളക്കേസ് കൃത്യമായിട്ടും വക്കീലിനെ നല്ല കാശ് കൊടുത്ത് തന്നെ വെക്കേണ്ട രീതിയിൽ തന്നെയുള്ള കള്ളക്കേസാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അതിന് വക്കീൽ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ അദ്ദേഹത്തെ സഹായിക്കണം എന്നത് ഞാൻ പിന്നീട് തീരുമാനിച്ചു. കാരണം നമ്മൾക്കറിയാലോ, നമ്മുടെ ഒരു വ്യക്തിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അത്തരത്തിൽ എൻ്റെ ഒരു സർക്കിളിലുള്ള ആളുകളോടൊക്കെ ഞാൻ ഈ കാര്യം അഭ്യർത്ഥിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സംഖ്യ എത്രത്തോളം ചെറുതായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അത്ര അടുപ്പമുള്ള 10-20 പേരുണ്ടായിരിക്കാം. ഈ 10-20 പേരെ നമ്മൾ എല്ലാ സമയത്തും ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ. കാരണം അവർക്ക് തന്നെ നമ്മുടെ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ ഈ പ്രാവശ്യം ആരെ സഹായിക്കാനാണാവോ എന്ന ഒരു ചോദ്യം ചിലപ്പോൾ അവരുടെ മനസ്സിലേക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഉദിക്കുമായിരിക്കാം. അതുകൊണ്ട് ഞാൻ തന്നെ ഈ വ്യക്തിയോട് പറഞ്ഞു, നമ്മുടെ ഈ കുട്ടിയോട്, സംഘപ്രവർത്തനമായിട്ടുള്ള ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ, തൽക്കാലം നമ്മൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ കരുതുന്നുണ്ട്. അത് എത്രത്തോളം നമ്മുടെ മാന്യ പ്രേക്ഷകർ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ വ്യക്തിയെ കുറിച്ചോ ഈ വ്യക്തിയുടെ ആ കേസിനെ കുറിച്ചോ ഇവിടെ പ്രതിപാദിക്കാൻ, ഈ കേസിന്റെ മെറിറ്റ്സ് ഇവിടെ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, സാഹചര്യമുണ്ട്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ കുട്ടിക്ക് നമ്മൾ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ള ഈ കുട്ടിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് വാദിച്ചാൽ മാത്രമേ ആ കുട്ടിയെ ജയിലിൽ അടയ്ക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അത് മാന്യ പ്രേക്ഷകരോട് പറയല്ലാണ്ട് എൻ്റെ മുമ്പിൽ വലിയ വേറൊരു മാർഗമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അത്ര വലിയ സാമ്പത്തിക സഹായം ചെയ്യാനുള്ള അവസ്ഥയൊന്നും എനിക്കില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ കള്ളക്കേസുകൾ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളത്. ഞാൻ മാന്യ പ്രേക്ഷകരോട് തന്നെ എൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹായമൊക്കെ ഞാൻ അഭ്യർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും ഓരോ വീഡിയോയുടെ ആദ്യ കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതും നമ്മൾക്കെതിരെയുള്ള ഈ കള്ളക്കേസ്
കേസുകളും അതിനെതിരെ പോരാടാനും നമ്മുടെ പ്രേക്ഷകർ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിലൊരു അഭിമാനമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല, അഭിമാനമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഏത് മാർഗത്തിലൂടെ എന്തിനാണ് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഈ ധർമ്മത്തിൽ നിൽക്കുമ്പോൾ ഈ വരുന്ന പ്രതിബന്ധങ്ങൾ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾക്കെതിരെ വരുന്ന പ്രതിബന്ധങ്ങൾക്ക് ഒരു സഹായം, ഒരു കൈത്താങ് എന്ന രീതിയിൽ തന്നെ ഞാൻ അത് അഭ്യർത്ഥിക്കാറുണ്ട്. അതിൽ ഞാനൊരു നാണക്കേടൊന്നും കരുതിയിട്ട് എന്നെ അത് വെച്ചുകൊണ്ടൊക്കെ കുറെ ജിഹാദികളൊക്കെ എന്നെ ട്രോളിക്കൊണ്ടൊക്കെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്റെ സഹോദരരോട്, നമ്മളൊരു കുടുംബമാണ്, ആ കുടുംബത്തിൽ നമ്മൾക്ക് പരസ്പരം വിഷയങ്ങൾ വരുമായിരിക്കാം. ആ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരരോട് പറഞ്ഞു തന്നെയാണ് അത് തീർക്കുക, അതല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കള്ളക്കേസിൽ കുരുക്കപ്പെട്ട നമ്മുടെ ഈ സഹോദരനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാന്യ പ്രേക്ഷകർക്ക് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യണം. ഇത് സഹായം ചെയ്യാൻ നമ്മൾക്കിവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ മറ്റൊരു മൊബൈലിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നതുകൊണ്ട് കാര്യമില്ല. സത്യത്തിൽ ഞാനത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇങ്ങനെ ഗൂഗിൾ പേ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ ഏത് എന്നുള്ള രീതിയിലൊക്കെ ഞാനിത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിവിടെ കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അതുപോലെ ചിലർക്കൊക്കെ ഇപ്പോ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണ്ടിയിരിക്കും, അബ്രോഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണ്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഈ പയ്യന്റെ വിവരങ്ങൾ, ഈ കേസിൽ കുരുങ്ങിയിട്ടുള്ള നമ്മുടെ കുട്ടിയുടെ, നമ്മുടെ സംഘ സഹോദരന്റെ വിവരങ്ങൾ ഇവിടെ പുറത്തു വിടുക യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസും ചാനലിന്റെ ആ ഒരു ഗൂഗിൾ പേ നമ്പർ, പേടിഎം, അതല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ UPI ട്രാൻസാക്ഷൻ ഉള്ള മൊബൈൽ നമ്പർ അടക്കം ആദ്യ കമന്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ. കാരണം ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ ഉടനെ എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ ആദ്യ കമന്റ്, പിൻ ചെയ്ത് വെച്ച കമന്റിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ UPI ട്രാൻസാക്ഷൻ ഓൺലൈനിലൂടെ ഗൂഗിൾ പേ അടക്കമുള്ള, പേടിഎം അടക്കമുള്ള അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മൊബൈൽ നമ്പർ, ആ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും എന്റെ ഉത്തരവാദിത്തത്തിലുള്ള എന്റെ നമ്പറുകളും എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വിശ്വസിച്ചുകൊണ്ട് എത്ര പേർക്ക് ഇദ്ദേഹത്തിന് സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ആ വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ അഡ്രസ്സും ആ വ്യക്തിയുടെ അക്കൗണ്ട് നമ്പറും ആ വ്യക്തിയുടെ ഗൂഗിൾ പേ നമ്പറും കൊടുക്കാൻ നമ്മൾക്ക് ഇപ്പോൾ നിർവാഹമില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ മുതിർന്ന RSSന്റെ ആളുകളുമായിട്ട് ഞാൻ ഈ വിവരം സംസാരിച്ചിരുന്നു. അപ്പൊ ഇതിലെ യാഥാർത്ഥ്യങ്ങൾ, ഇതിലെ വേദനകൾ ഒരുപാട് അവർ പങ്കുവെച്ചു. കാരണം ആർക്കും ഇതിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല. നമ്മൾക്കറിയാം, നമ്മുടെ സംഘടനകൾക്കൊന്നും ഈ പറയുന്ന ഇത്തരത്തിലുള്ള കേസുകളിലൊന്നും നേരിട്ട് ഇടപെടാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ വേദനാജനകമായിട്ടുള്ള അവസ്ഥയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കുന്നത്. ഇത് ഞാൻ ഒരാഴ്ചയോളം ആലോചിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകളോട് ഞാൻ അഭ്യർത്ഥിച്ച് ആ രീതിയിലുള്ള സംഖ്യയൊന്നും പോരാ എന്നുള്ളത് കൊണ്ടാണ് മാന്യ പ്രേക്ഷകരുടെ വലിയൊരു ക്രൗഡിലേക്ക് ഈ ഒരു വീഡിയോ വെക്കുന്നത്. എത്രത്തോളം ഇത് സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പയ്യനെ ഇപ്പോൾ ഈ കഴിഞ്ഞ മിനിറ്റിലും ഞാൻ വിളിച്ച് സംസാരിച്ചു, മോനെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ എത്രത്തോളം ഫലവത്താവുമെന്ന് എനിക്ക് അറിയില്ല. ഭഗവാനോട്, അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവദേവി സങ്കല്പത്തോട്, സാധനയ്ക്കുള്ള പയ്യനാണ്, അപ്പൊ നന്നായി പ്രാർത്ഥിക്കുക എന്ന് ഞാൻ ഇപ്പൊ മെസ്സേജ് ഇട്ടതേ ഉള്ളൂ. ഈ വീഡിയോ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടു. സമയം 2:20 ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇട്ടത്. അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പൊ ഞാൻ ആ മെസ്സേജ് ഇട്ടു എന്ന് പേര് ഭാഗം ഞാനിവിടെ മറച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ ഇനി നമ്മൾ വിശ്വസിക്കുന്ന ഭഗവതിക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. അതിനുവേണ്ടി ആദ്യ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ട് ആ കമന്റിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ച് അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ പയ്യന് വേണ്ടി, നമ്മുടെ ഈ സഹോദരന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലൈവ്. എല്ലാവരും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുണ്ടായിരിക്കാം. അത്തരം ആളുകൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും നിങ്ങളുടെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഒരു ചെലവുമില്ലാത്ത കാര്യമാണ്. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വീഡിയോ വെക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.